നമസ്തേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യ അഭിവൃദ്ധിയുടെയും എല്ലാം ഫെസ്റ്റിവലാണ്, ഉത്സവമാണ്. എന്താണ് ഓണത്തിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്നാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഓണത്തിന്റെ ഭാഗമായിട്ട് മെഡിറ്റേഷൻ ഓൺ എബണ്ടൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ എന്താണ് സമൃദ്ധി, എന്താണ് സമ്പത്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോവാം. ഓക്കെ, സോ വൺസ് അഗെയിൻ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐശ്വര്യം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, സമാധാനത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണം ആശംസിക്കുന്നു. ഓണം നമ്മൾ പറഞ്ഞു ഫെസ്റ്റിവൽ ഓഫ് എബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി. എബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റിയുടെ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞു. ഓണത്തിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓണത്തിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി നമുക്ക് പറയാം, നമ്മൾ ഓരോരുത്തരും ദ സോൾ ഈസ് ഓർ വി ആർ സ്പിരിച്വൽ ബീയിങ്സ് ഓഫ് ഡിവൈൻ ലൈറ്റ്, ഡിവൈൻ ലവ് ആൻഡ് ഡിവൈൻ പവർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ്, സമ്പത്ത്, സമൃദ്ധി, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാം, അതേപോലെ തന്നെ സ്മാർട്ട് വർക്ക് കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാം, ഇന്റലിജന്റ് ആയിട്ടുള്ള വർക്ക് കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാം. സോ ഇന്റലിജന്റ് ആയിട്ടുള്ള വർക്ക് കൊണ്ട് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈറ്റ് ആസ്പെക്ട് അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നു. അതേപോലെ എന്താ പറയാ, നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് സമ്പത്ത് നമ്മൾ നേടുമ്പോൾ നമ്മുടെ പവർ ആസ്പെക്ട് ആണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. ഈ സമ്പത്ത് എന്ന് പറയുന്നത് ശരിക്ക് നമ്മളുടെ ഈ എന്താ പറയാ, അക്യുമുലേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അക്യുമുലേറ്റ് ചെയ്യാനുള്ള കഴിവിലൂടെയാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അതേസമയത്ത് സമൃദ്ധി പറയുന്നത്, അല്ലെങ്കിൽ സമ്പത്തിനെ നമുക്ക് ധനവും മറ്റ് മെറ്റീരിയൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് സമ്പത്ത്. അതേസമയത്ത് നമ്മൾ ആ അക്യുമുലേറ്റ് ചെയ്തതിനെ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയതിനെ നമുക്ക് അനുഭവിക്കാനുള്ള കഴിവാണ് സമൃദ്ധി. അപ്പൊ ഇവിടെ സമൃദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, സമൃദ്ധി ഉണ്ടാവണം. സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും അനുഭവിക്കാനുള്ള കഴിവാണ്. അതിരിക്കുന്നത് നിങ്ങളുടെ ലവ് ആസ്പെക്റ്റിലാണ്. നിങ്ങളുടെ ലവ് ആസ്പെക്ട് എൻഹാൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാവുക. സോ ലവ് ആസ്പെക്ട് നമ്മുടെ ഹാർട്ട് ചക്രയായിട്ട് കണക്റ്റഡ് ആണ്. ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള സംവേദനങ്ങളെ അനുഭവിക്കാനുള്ള കഴിവുണ്ടാവുക. നമുക്ക് ഫാമിലി എല്ലാവരും നല്ലൊരു ഫാമിലി കൊണ്ട് എല്ലാവരും ബ്ലെസ്ഡ് ആണ്. പക്ഷെ ഫാമിലി എത്ര പേര് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല ആൾക്കാരുടെയും സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ തടസ്സം അവരുടെ ഫാമിലിയാണ്. അവരുടെ ഫാമിലി അല്ല അതിന് തടസ്സം. കാരണം അവരുടെ ഹൃദയം, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം വേണ്ടത്ര ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിലുള്ള സ്നേഹവും സമാധാനവും സന്തോഷവും ഒന്നും തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ആത്മാവ് ചെയ്യേണ്ടത്, ദ സോൾ ഡെവലപ്സ് ബൈ ഗിവിങ്, നോട്ട് ബൈ അക്യുമുലേറ്റിംഗ്. ആത്മാവ് നൽകിക്കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലാതെ സംഭരിച്ചുകൊണ്ടല്ല, ശേഖരിച്ചുകൊണ്ടല്ല എന്ന് പറയും. ഇത് ഗ്രാൻഡ് മാസ്റ്റർ ചുവാക്കോക്സിയുടെ ഒരു വാചകമാണ്. അതേപോലെ തന്നെ അതിന് തുല്യമായിട്ടുള്ള മറ്റ് വാക്യങ്ങൾ പല വേദഗ്രന്ഥങ്ങളിലും പറയും. ആത്മാവായിരിക്കുന്ന നമ്മൾ ഒന്നും നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, ഒന്നും ശേഖരിച്ചു വെക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് എല്ലാത്തിനെയും അനുഭവിക്കുകയാണ് വേണ്ടത്. അനുഭവങ്ങളിലൂടെയാണ് ആത്മാവ് വളരുന്നത്. ശേഖരിച്ചു വെച്ചത് കൊണ്ട് ആത്മാവ് വളരില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ആത്മാവാണ്. നമ്മൾ ഓരോ ലൈഫിലും ശേഖരിച്ചു വെച്ച എല്ലാ വസ്തുക്കളും, ധനവും സമ്പത്തും സമൃദ്ധിയൊക്കെ നമ്മളത് എന്ന് വിചാരിച്ച് നമ്മൾ ശേഖരിച്ചു വെച്ചതൊക്കെ തന്നെ
ഈ ഫിസിക്കൽ ബോഡി വിടുന്നതോടുകൂടി മരണത്തോടുകൂടി നമ്മളതല്ലാതെയാവും. ഇത് നമ്മളുടെ ആർജിച്ചിട്ടുള്ള അനുഭവങ്ങൾ, അത് നമ്മളുടെ സ്വന്തം. ആ അനുഭവങ്ങളിലൂടെയാണ് ആത്മാവ് വളരുന്നത്. അപ്പൊ ആത്മാവിന്റെ വികാസത്തിന് നമ്മൾ ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ വികസിപ്പിക്കേണ്ടത് നമ്മുടെ ഹൃദയചക്രയാണ്, നമ്മുടെ ലവ് ആസ്പെക്ട് ആണ്. അത് എല്ലാ മതപാരമ്പര്യങ്ങളിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ലോർഡ് ജീസസിന്റെ സേക്രഡ് ഹാർട്ട്, ലോർഡ് ഹനുമാൻ ഹൃദയത്തില് ഡിവോഷൻ ടു രാമ. സോ ദ കീ ഈസ് ഇൻ ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലാണ് അതിന്റെ താക്കോൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് അതിന്റെ രഹസ്യം ഇരിക്കുന്നത്. സീക്രട്ട് ഈസ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലാണ് അതിന്റെ രഹസ്യം ഇരിക്കുന്നത്. സോ നമുക്ക് എത്രമാത്രം നമ്മുടെ ഹൃദയചക്രയെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമോ, എത്രമാത്രം നമ്മുടെ ലവ് ആസ്പെക്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമോ, എന്നാൽ മാത്രമേ നമുക്ക് ഈ സമൃദ്ധി അനുഭവിക്കാൻ കഴിയുള്ളൂ. സമൃദ്ധി അനുഭവിക്കണമെങ്കിൽ സൂക്ഷ്മമായ സംവേദനങ്ങളെ അനുഭവിക്കാനുള്ള കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കണം. ആ സൂക്ഷ്മമായ സംവേദനങ്ങളെ, സൂക്ഷ്മമായ അനുഭവങ്ങളെ അനുഭവിച്ചറിയാനുള്ള കഴിവിരിക്കുന്നത് ഹൃദയചക്രയിലാണ്. ഒരാളുടെ ഹൃദയചക്ര വേണ്ടത്ര ആക്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന അയാളുടെ സോളാർ പ്ലക്സസ് ചക്രയായിരിക്കും. സോളാർ പ്ലക്സസ് ചക്ര ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അയാളുടെ ഓഫീസിലായാലും അയാളുടെ ഫ്രണ്ട് സർക്കിളിലായാലും അയാളുടെ വീട്ടിലായാലും അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മുഴുവൻ ദേഷ്യവും വിദ്വേഷവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിരിക്കും. അതേസമയത്ത് അയാളുടെ ഹാർട്ടാണ് ആക്ടിവേറ്റഡ് ആയതെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഫാമിലിയിൽ വലിയ സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റും. അപ്പൊ അയാൾ സ്നേഹവും സന്തോഷവും സമാധാനം അനുഭവിക്കാത്തതിന്റെ കാരണം അയാളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല, അയാളുടെ ഹൃദയം വേണ്ടത്ര ആക്ടിവേറ്റഡ് ആവാത്തത് കൊണ്ടാണ്. അയാളുടെ ഹൃദയം വളരെ ആക്ടിവേറ്റഡ് ആണെങ്കിൽ അയാൾക്ക് ഓഫീസിലും ഇതേപോലെ നല്ല സ്നേഹവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ എവിടെ ഇരുന്നാലും, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് സമാധാനവും സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയചക്രയാണ്. വീണ്ടും വീണ്ടും പറയാണ്, ഹൃദയചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് സൂക്ഷ്മമായ സംവേദനങ്ങളെ അറിയാൻ സാധിക്കുന്നത്. നല്ല നല്ല അനുഭവങ്ങളൊക്കെ വളരെ സൂക്ഷ്മ. സ്നേഹം പറയുന്ന അതിസൂക്ഷ്മ, സമാധാനത്തിന്റെ ഊർജം അതിസൂക്ഷ്മമാണ്, സന്തോഷത്തിന്റെ ഊർജം വളരെ സൂക്ഷ്മമാണ്. അപ്പൊ ഈ സൂക്ഷ്മമായിട്ടുള്ള അനുഭവങ്ങൾ അറിയണേ ഹാർട്ട് വേണം. അതേസമയം ഈ ദേഷ്യത്തിന്റെ ഊർജം പറയുന്നത് നല്ല ഗ്രോസ് ആണ്, തിക്കാണ്. ആങ്കറിന്റെ എനർജി വളരെ ഗ്രോസറാണ്. ഹേറ്റഡിന്റെ എനർജി വളരെ ഗ്രോസറാണ്. സ്ട്രെസ്സിന്റെ എനർജി വളരെ ഗ്രോസറാണ്. ഇതൊക്കെ അനുഭവിക്കാൻ നമ്മുടെ സോളാർ പ്ലക്സസ് ചക്ര മതി. അപ്പൊ പലരുടെയും ഈ സോളാർ പ്ലക്സസ് ചക്ര ആക്ടിവേറ്റഡ് ആണ്. എന്താ കാരണം? എനിക്ക് അത് വേണം, ഇത് വേണം, അത് നേടണം, ഇത് നേടണം. ഇങ്ങനെ സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണം എന്ന് പറയുമ്പോഴൊക്കെ ഈ സോളാർ പ്ലക്സസ് ചക്ര ആക്ടിവേറ്റഡ് ആവും. അപ്പൊ അയാൾക്ക് എന്തേ അനുഭവിക്കാൻ പറ്റുള്ളൂ? ഈ സമ്പത്ത് ആർജിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് ഈ സോളാർ പ്ലക്സസ് ചക്ര മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. അവർക്ക് ഈ ഗ്രോസർ എനർജി മാത്രമേ എന്താ പറയാ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് ഒരിക്കലും സൂക്ഷ്മമായിട്ടുള്ള സ്നേഹമോ സമാധാനമോ അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ഇതിന്റെ അർത്ഥം സമ്പന്നന്മാരെല്ലാവരും സ്നേഹവും സമാധാനവും അനുഭവിക്കാത്തവരാണ് എന്നല്ല. സമ്പന്നന്മാരായിട്ടുള്ള എത്രയോ ആളുകൾ അവരുടെ സോളാർ പ്ലക്സസ് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്ത് അതെല്ലാം ലൈഫ് വളരെ സമാധാനത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഈ ഹൃദയം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹൃദയം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതേഴ്സ് ഓറിയന്റഡ് ആണ്. മറ്റൊരാൾക്ക് എന്ത് വേണം, അയാൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എനിക്ക് വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഏത് ട്രാൻസാക്ഷനിലും ഞാൻ എന്ത് നേടി എന്നല്ല അവർ നോക്കുക, മറ്റേ ആൾക്ക് എന്ത് നൽകാൻ സാധിച്ചു നോക്കും. അങ്ങനെ അതേഴ്സ് ഓറിയന്റഡ് ആയിട്ട്, സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ. ഈ സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുക പറയുന്നത് സ്പിരിച്വലി നമ്മുടെ ഓരോരുത്തരുടെ സ്പിരിച്വൽ നേച്ചർ, സോളിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, സോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈൻ പാർട്ടാണ്, നമ്മളുടെ എന്താ പറയാ ഡിവൈൻ എസൻസ് ആണ്. ഈ ഡിവൈൻ എസൻസ് ആണ് എല്ലാവരിലും ഉള്ളത്. അപ്പൊ നമ്മളുടെ ഡിവിനിറ്റി നമ്മൾ അറിയുമ്പോൾ, നമ്മൾ ആത്മാവാണെന്ന് അറിയുമ്പോൾ മറ്റൊരാളും ഇത് തന്നെയാണ് നമ്മൾ അറിയും. അപ്പൊ നമുക്ക് എല്ലാവരിലും നമുക്കൊരു വണ്ണസ് ഫീൽ ചെയ്യും. അതാണ് സ്പിരിച്വാലിറ്റി. ആ വണ്ണസ് ഫീൽ ചെയ്യുന്ന സമയത്ത് വേറൊരാള് ബുദ്ധിമുട്ടുന്നതോ കഷ്ടപ്പെടുന്നതോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് ആ സോള് പ്രകടമാവുന്നത് സേവനമായിട്ടാണ്. അതായത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ആയിട്ടാണ് അവിടെ അത് പ്രകടമാവുക.
അപ്പൊ മറ്റൊരാൾക്ക് നൽകുക, അതേഴ്സ് ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുക പറയുന്നത് ഹൃദയത്തിലാണ്. അത് ഹൃദയചക്രയാണ്. ഇതിന്റെ ജനറോസിറ്റി, ലവിങ് കൈൻഡ്നസ്, കമ്പാഷൻ, മെഴ്സി, ഇതൊക്കെ ഹൃദയത്തിന്റെയാണ്. സോ അതുകൊണ്ട് ആ ഹൃദയചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ഐശ്വര്യവും സമൃദ്ധിയും അഭിവൃദ്ധിയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അങ്ങനെ അനുഭവിക്കുന്നത് മാത്രമേ നമ്മുടെ കൂടെ പെർമനന്റ് ആയിട്ടുള്ളൂ. സമൃദ്ധി നമ്മുടെ കൂടെ പെർമനന്റ് ആണ്, ഐശ്വര്യം നമ്മുടെ കൂടെ പെർമനന്റ് ആണ്, സമ്പത്ത് നമ്മുടെ കൂടെ പെർമനന്റ് അല്ല. നമ്മൾ ആർജിച്ച സമ്പത്ത് മുഴുവൻ ഈ ബോഡി വിടുന്ന സമയത്ത് നമ്മുടെ അടുത്ത അവകാശികളിലേക്ക് പോകും, മക്കളിലേക്കോ അനന്തരാവകാശികളിലേക്ക് പോകും. നമ്മളതല്ല അത്. പക്ഷെ അതിലൂടെയൊക്കെ നമ്മൾ ഈ ഹൃദയത്തിലൂടെ നമ്മൾ നേടിയത് അനുഭവങ്ങളൊക്കെ നമ്മളതാണ്. അത് നമ്മുടെ ആത്മാവിന്റെ സ്വന്തമാണ്. ആ അനുഭവങ്ങളിലൂടെയാണ് ആത്മാവ് വളരുന്നത്. അതുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്റർ പറയും, മാസ്റ്റർ ചുവാക്കോക്സി പറയും, സോൾ ഡെവലപ്സ് ബൈ ഗിവിങ്, not by accumulating. So giving and sharing is the key, or is the key to prosperity, and the ability to give and share is in the heart chakra. Therefore, the key to prosperity is in the heart, or the key is in the heart. ഇനി എന്തിനാണ് നമ്മൾ ഓണത്തിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞത്? എന്താ ഇതിന്റെ കാരണം എന്താണ്? പിന്നെ എന്തിനാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യും. എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യും. ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൂക്ഷ്മമായ സംവേദനങ്ങളൊക്കെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക. അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള സംവേദനങ്ങളെ അനുഭവിച്ചറിയാൻ സാധിക്കുമ്പോഴും നമുക്ക് ജീവിതത്തിൽ സമൃദ്ധി അനുഭവിക്കാൻ സാധിക്കും. സോ ഈ ഓണാഘോഷത്തിലെല്ലാം, ഈ ആഘോഷങ്ങളിലെല്ലാം തന്നെ എല്ലാവരുടെയും ഹൃദയചക്ര വലിയ അളവിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. ആഘോഷങ്ങളിലൂടെ മാത്രമല്ല, ഈ ആഘോഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് എന്തൊക്കെ മറ്റൊരാൾക്ക് നമുക്ക് നൽകാൻ സാധിക്കും, വേറൊരാൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും എന്നുകൂടെ ആലോചിച്ചാൽ മാത്രം പോരാ, കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹാർട്ട് ചക്രയെ നമ്മൾ എന്താ പറയാ, അതിനെ നമ്മൾ ഫിസിക്കലി ആക്ടിവേറ്റ് ചെയ്യുക. ഗ്രാൻഡ് മാസ്റ്റർ പറയും, ഒരു 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 ആക്ച്വൽ സൈസ് ഉണ്ട് ഹാർട്ട് ചക്രയ്ക്ക്, അതേപോലെ ആക്ടിവേഷണൽ സൈസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചക്ര ഹൈലി ആക്ടിവേറ്റഡ് ആവും. ഇതൊരു ആക്ടിവേഷണൽ സൈസ് ആണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും അതിന്റെ നോർമൽ ലെവലിലേക്ക് പോകും. അതേ സമയത്ത് നിങ്ങൾ മറ്റൊരാൾക്ക് സേവനം ചെയ്യുമ്പോഴും, വേറൊരാൾക്ക് ദാനം ചെയ്യുമ്പോഴും, വേറൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യും. ഈ ആക്ടിവേഷൻ ഓൾമോസ്റ്റ് പെർമനന്റ് ആണ്. ഇതിനെ ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നത് ഫങ്ഷണൽ എന്നാണ്. ഫങ്ഷണൽ സൈസ് ഓഫ് ദ ചക്ര പറയും. ഈ ചക്രയുടെ ഫങ്ഷണൽ സൈസ് വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് പെർമനന്റ് ആയിട്ട് ഈ സമൃദ്ധി അനുഭവിക്കാനായിട്ട് സാധിക്കുക. അതിന് നമ്മൾ ദാനം ചെയ്യണം, സേവനം ചെയ്യണം. അതേസമയത്ത് ആഘോഷങ്ങളിലൂടെ നമുക്ക് താൽക്കാലികമായിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് ആത്മീയമായിട്ട് ധാരാളം ബ്ലെസ്സിങ്സ് സ്വീകരിക്കാനൊക്കെ സാധിക്കും. പെർമനന്റ് ആയിട്ട് അത് അനുഭവിക്കാനായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം, സേവനങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഹൃദയചക്രയുടെ സൈസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക. താൽക്കാലികമായിട്ട് സെലിബ്രേഷൻസിലൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ സെലിബ്രേഷനിലൂടെയും നിങ്ങളുടെ ഹൃദയചക്ര ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മ സംവേദനങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ് അത് വീണ്ടും നമുക്ക് അനുഭവിക്കണം, അത് പെർമനന്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കണം എന്നൊരു ചിന്ത ഈ ആഘോഷങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ പെർമനന്റ് ആയിട്ട് അത് അനുഭവിക്കണം എന്നുള്ള ചിന്തയിലൂടെ എല്ലാവരും സേവനത്തിന്റെയും ദാനത്തിന്റെയും മാർഗത്തിലേക്ക് വന്ന് അവരുടെയൊക്കെ ഹൃദയചക്രയുടെ ഫങ്ഷണൽ സൈസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. അങ്ങനെ അവരെല്ലാവരും സദാസമയവും സമ്പത്തും സമൃദ്ധിയൊക്കെ അനുഭവിക്കട്ടെ. മഹാബലി ദാനവും ധർമ്മവും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്ത മഹാബലി സ്ഥിരമായിട്ട് എത്രയോ കാലങ്ങളോളം സമ്പദ് സമൃദ്ധി അനുഭവിക്കുന്ന വരാണ് വാമനമൂർത്തി കൊടുത്തിട്ടുള്ളത്. വരുന്ന മന്വന്തരത്തില് ഇന്ദ്രനായിരിക്കുന്നതാണ് വാമനൻ മഹാബലിയെ അനുഗ്രഹിച്ചത്. ഒരു മന്വന്തരം എന്ന് പറയുന്നത് എത്രയോ യുഗങ്ങൾ ചേർന്നതാണ്. അപ്പൊ എത്രയോ ചതുർയുഗങ്ങൾ ചേർന്നതാണ് മന്വന്തരം. 4 യുഗങ്ങൾ ചേർന്ന ഒരു ചതുർയുഗം, അങ്ങനത്തെ എത്രയോ ചതുർയുഗങ്ങൾ ചേർന്നതാണ് അത്ര ഒരു മന്വന്തരം. അപ്പൊ ഒരു മന്വന്തരം മുഴുവൻ ഇന്ദ്രനായിട്ടിരിക്കുക പറഞ്ഞാല് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആ സ്വർഗത്തിന്റെ അധിപനായിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ എത്രയോ കാലങ്ങളോളം, ഒരു മന്വന്തരത്തോളം ഇന്ദ്രനായിട്ടിരിക്കാനുള്ള അനുഗ്രഹം മഹാബലി നേടിയത് ദാനധർമ്മങ്ങളിലൂടെയാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് പെർമനന്റ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ആണ്.
ആ പെർമനന്റ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അത് മഹാബലിയെ പോലെ നമ്മൾ ദാനധർമ്മം ചെയ്തുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുക എന്നുള്ളതാണ് ഈ ഓണത്തിന്റെ മെസ്സേജ്. സോ താൽക്കാലികമായിട്ട് നമ്മൾ ഹാർട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ എല്ലാവരും ഈ ആഘോഷങ്ങളൊക്കെ ഉപയോഗിക്കുക. പെർമനന്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ, സ്ഥിരമായിട്ട് ആ സ്വർഗം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി ദാനധർമ്മങ്ങൾ പരിശീലിക്കുക. സർവീസ് ആൻഡ് ടൈപ്പിംഗ്, സ്പെഷ്യലി പ്രാണിക് ഹീലേഴ്സിനും അർഹാദി യോഗ പ്രാക്ടീഷണേഴ്സിനും സർവീസ് ആൻഡ് ടൈപ്പിംഗിൽ ഫോക്കസ് ചെയ്യുക. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷന്റെ സോഹം പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ ഓണാശംസകൾ. ആത്മാ നമസ്തേ. താങ്ക് യു വെരി മച്ച്.